ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ കേട്ടോ. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്, ഉച്ച വരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നിപ്പോൾ എണീക്കാൻ വൈകാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്ന് മോൾക്ക് കരാട്ടയുടെ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു ചെറിയ മോൾക്ക്. അപ്പോൾ അവളെ നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ അവളെ വിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട്. സൺഡേ ആണ്, പിന്നെ സ്കൂളൊന്നുമില്ല, അതൊക്കെ ശരിയാണ്. എന്നാലും ഒരു 9:15 9:30 വരെ സുഖമായിട്ട് കിടന്നുറങ്ങി. വീണ്ടും ഉറങ്ങിയതുകൊണ്ടാണ് കേട്ടോ. വീണ്ടും കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങിയത്. അതാണ് ഇത്ര നേരം വൈകിയത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, എത്രയൊക്കെ സ്കൂളില്ലെന്ന് പറഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കും. ഇന്നിപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ അമ്മ വിളിക്കുമ്പോഴാണ് എണീക്കുന്നത്. അപ്പോൾ ഒരു 9:15 വരെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ എന്താ പറയുക, കുറേ ദിവസമായിട്ട് ഓട്ടത്തിലായിട്ട് ഇപ്പോൾ ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും റെസ്റ്റാണ്, എന്നാൽ വീട്ടിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ക്ലീനിങ് ആയിട്ടും ഒക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്, അത് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സാൻഡ്വിച്ചിൽ ഒതുക്കാം കേട്ടോ. ഞാനൊരു സാൻഡ്വിച്ച് മേക്കറിലാണ് ശരിക്കും ഞാൻ എഗ്ഗൊക്കെ കൂടി ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്, സാൻഡ്വിച്ച് ഉണ്ടാക്കാറില്ല. എന്ന് വിചാരിച്ചു ഇതിൽ എഗ്ഗ് ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് ഒരു ലാസ്റ്റത്തെ 2 പീസ് ഇരിക്കുന്നുണ്ട്. ഈ മുകളിലെയും താഴെയുള്ള ഈ ഒരു പീസ് എല്ലാവരും മാറ്റി വെച്ചിട്ട് അവിടെ ഉണ്ടാവുമല്ലോ, അതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ അത് കളയാൻ വയ്യല്ലോ. അപ്പോൾ ഇതിനെ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കാം. എന്തുകൊണ്ടല്ലേ ഇതിങ്ങനെ മാറ്റി വയ്ക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. കഴിഞ്ഞ ബ്രെഡ് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ ലാസ്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച്, പിന്നെ പഴം പുഴുങ്ങിയതുണ്ട്. അപ്പോൾ അത് മതി ഇന്ന്. സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഞാൻ ആദ്യം കുളിക്കുക ചെയ്യട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ വരാറ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ശരിക്കും നല്ല മടിയും നല്ല ടയേർഡായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ കുളിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ആ ക്ലീനിങ് ചെയ്യുമ്പോൾ കുറച്ച് പണിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇന്ന് കുളിക്കാം. അങ്ങനെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനൊന്ന് പറമ്പിലേക്ക് ഇറങ്ങി. സാധാരണ ഈ ഒരു സമയത്ത് ഞാൻ ഇറങ്ങാറില്ല, കാരണം ഒന്നുകിൽ നല്ലോണം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് മാത്രമേ നനയ്ക്കാറുള്ളൂ. പക്ഷേ നല്ലോണം ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, വെയിൽ കൊണ്ടിട്ട് നന്നായി വാടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നുകൂടി നനച്ചില്ലെങ്കിൽ അത് എന്തായാലും ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വഴുതനങ്ങത്തേക്കൊക്കെ നനയ്ക്കാൻ ഇരുന്നതാണ്. പിന്നെ ഞാൻ ഉച്ചവരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ കൂടി ഞാൻ ചെറുതായിട്ട് ഒരു വൈകിട്ടത്തെ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പൊന്നാനിക്കാരി എന്നുള്ള പേരിലൊക്കെ ഞാനൊരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങളുടെ പൊന്നാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇന്ന് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം കർമ്മയിലത്തെ ഒരു കർമ്മയിലത്തെ ഒരു വ്യൂ, അല്ലെങ്കിൽ കർമ്മയിലത്തെ ഒരു ഈവനിങ്, അതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഫെസ്റ്റൊക്കെ നടക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്. പിന്നെ ഈ വെക്കേഷൻ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്കൂട്ടറിലാണ് പോയത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത്രയും തിരക്കാണ് കർമ്മയിൽ, കണ്ടില്ലേ. ഇതന്നെയായിരുന്നു കുറേ സമയത്തേക്കുള്ള അവസ്ഥ. കാർ എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ കിടക്കുള്ളായിരുന്നു, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എത്തൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 വീലറൊക്കെ എടുത്ത് പോയി വേറൊരു ആവശ്യത്തിന് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. എവിടെ നോക്കിയാലും ഇപ്പോൾ ബൺമസ്കായും ഇപ്പോൾ തുണികളും ഉണ്ട് കർമ്മയിൽ. അങ്ങനെ ഫുഡിൻ്റെ പിന്നെ പല ഐറ്റംസ് ഉണ്ട്, ഒന്നും പറയണ്ട. അങ്ങനെ നല്ല അടിപൊളിയാണ് കർമ്മ. അപ്പം നമ്മൾ പൊന്നാനിക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യം കാണിക്കേണ്ട ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞങ്ങളെ കർമ്മയുടെ അല്ലെങ്കിൽ നമ്മളുടെ കർമ്മയുടെ വീഡിയോ ആയിരുന്നു. പക്ഷെ ഞാനത് ഇട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ കർമ്മയുടെ വീഡിയോ മാക്സിമം ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വൈകിട്ട് കർമ്മയിൽ പോയപ്പോൾ വീഡിയോ എടുത്തത്. ഫെസ്റ്റിൻ്റെ ആ ഭാഗത്തുള്ള തിരക്കാണ് കേട്ടോ അത്. അതെന്താണെന്ന് വെച്ചാൽ നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് നിറയെ വണ്ടികൾ പാർക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങളവിടെ നിന്ന് പത്തിരിയും ചിക്കനൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇനി വേറെ കർമ്മയിലെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.